God bless you all. Today's theme is Mary surrendering to God's will. ഇന്നത്തെ വേദഭാഗം ലൂക്കോസ് 1-ാം 38-ാം വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യഹൂദ വംശത്തിൽ ദാവീദിന്റെ കുലത്തിൽ പിറന്നവളാണ് മറിയ. മേരി എന്ന പേരിന്റെ അർത്ഥം നാഥ അഥവാ രാജ്ഞി എന്നാണ്. ശിശുവായ മേരിയെ മാതാപിതാക്കൾ വളരെ വാത്സല്യത്തോടെ വളർത്തി. ആ കാലഘട്ടത്തിൽ യഹൂദ ബാലികമാരിൽ പലരും യൗവന പ്രായം വരെ ദേവാലയത്തിലാണ് വസിച്ചിരുന്നത്. അവരെ നോക്കാനായി പക്വമതികളായ സ്ത്രീകളെ നിയമിച്ചിരുന്നു. യഹൂദ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും മറിയ പ്രത്യേക താല്പര്യം കാട്ടിയിരുന്നു. യഹൂദന്മാരുടെ പ്രധാന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ആലപിക്കുക എന്നുള്ളതായിരുന്നു. മറിയ സങ്കീർത്തനങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കി എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവം തൻ്റെ പുത്രന് ഈ ലോകത്തിന് ജന്മം നൽകാനായി പരിശുദ്ധിയിൽ ജീവിച്ച മറിയയെ തെരഞ്ഞെടുത്തു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം എന്ന് ഗബ്രിയേൽ ദൂതൻ മറിയയോട് ഉണർത്തിക്കുമ്പോൾ ആദ്യം തെല്ലൊന്ന് ശങ്കിച്ചെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് മുൻപിൽ അവൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മറിയയുടെ സമർപ്പണത്തിലൂടെ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവചനം മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നു. ലോകാപവാദം ഭയന്ന് കന്യകയായ മറിയയ്ക്ക് തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു. എങ്കിലും ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ദൈവകരങ്ങൾ അവൾ തന്നെ സമർപ്പിച്ചു. കാലിത്തൊഴുത്ത് മുതൽ കല്ലറ വരെയുള്ള ക്രിസ്തുവിൻ്റെ പ്രയാണത്തിൽ മനസ്സും ശരീരവും ദൈവത്തിങ്കിൽ അർപ്പിച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങളായി പിൻചെല്ലുന്ന വാത്സല്യനിധിയായ മാതാവ്. യേശുവിൻ്റെ ഉയർപ്പിങ്കൽ അതുവരെയുള്ള തൻ്റെ ആദികൾക്കും വ്യാധികൾക്കും വിട നൽകി ദൈവേഷ്ടം തന്നിലൂടെ നിവൃത്തിയായതിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുകയും ശാരീരികമായി തന്നിൽ നിന്നും വേർപെട്ടെങ്കിലും എല്ലായ്പ്പോഴും തന്നോടുകൂടി ഇരിക്കുന്ന ദൈവപുത്രന് ജന്മം നൽകിയതിലൂടെ ലോകത്തിൻ്റെ ആകെ മാതാവായി തീർന്ന പുണ്യവതി. മറിയയുടെ വിശുദ്ധിയും ത്യാഗസന്നദ്ധതയും സ്നേഹഭാവവും നമ്മൾക്കും കാത്തു സൂക്ഷിക്കാം. ഏവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. Dear Lord in heaven, thank you for this ultimate sacrifice. Thank you for remembering a sinner like me. We are grateful for your faithfulness. In Jesus' name we pray. Amen.